നമസ്കാരം. നമസ്കാരം. ഒരു കോർപ്പറേറ്റ് ട്രെയിനർ അല്ലെങ്കിൽ ഒരു കൗൺസിലർ, ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒത്തിരി ആഡ് ഓൺസ് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് വിഷ്ണു. നൈസ് ടു ഹാവ് യു ഹിയർ. നമ്മുടെ ചിന്തകൾ എന്നിപ്പോൾ പലപ്പോഴും ഒരു ആരോഗ്യപരമായ ചിന്തകളിലേക്കാണ് പോകുന്നത്. ഏത് പേരന്റിനും അല്ലെങ്കിൽ ഏത് കുഞ്ഞിനും അല്ലെങ്കിൽ ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്നത് ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതമാണ്. ആ ആരോഗ്യപരമായിട്ടുള്ള ജീവിതത്തിന് ഇന്നൊരു വിലങ്ങുതടിയായിട്ട് പലപ്പോഴും നിൽക്കുന്നതും കാണുന്നതും നമ്മുടെ സാമൂഹിക സ്ഥിതിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനകത്ത് വിദ്യാഭ്യാസം ഒരു മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതിനോട് ചേർന്ന് തന്നെയാണ് ഇപ്പോൾ വിഷ്ണു ലോണ ജേക്കബ് എന്ന് പറയുന്ന വ്യക്തിത്വത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടും അല്ലെങ്കിൽ പ്രൊഫഷനും നിൽക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് വിഷ്ണുവിന് പേരൻസിന്റെ, കുട്ടികളുടെ, സ്കൂളുകളുടെ അല്ലെങ്കിൽ കോർപ്പറേറ്റുകളിൽ നിന്ന് ഒരു മൈൻഡ്ഫുൾനെസ്സിന് വിഭിന്നമായിട്ടുള്ള ഒരു യാത്രയിൽ അവരെവിടെയൊക്കെയോ ഒരു ഹഡിൽസ് അനുഭവപ്പെടുന്നു. അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ള ചിന്തയിലാണ് വിഷ്ണുവിന്റെ അടുത്തേക്ക് കൂടുതലും പേരൻസും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കുട്ടികളെയും കൊണ്ടുവരുന്നത്. ഇത് പഴയ കാര്യമാണോ? ഒരു പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഒരു പോസ്റ്റ് കോവിഡ് എന്ന് മാത്രമല്ല, ഒരു 21st സെഞ്ചുറിയിലെ തന്നെ ഒരു പ്രതിഭാസമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ഒരു കുഞ്ഞിനെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സപ്പോർട്ടിന് വേണ്ടി, ഒരു മോട്ടിവേഷന് വേണ്ടി കൊണ്ടുപോകുക എന്നുള്ളത്. അതെങ്ങനെയാ വിഷ്ണു അതിനെ ഒന്ന് പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ സിറ്റുവേഷന്? ഫസ്റ്റ് ഓഫ് ഓൾ, പ്ലഷർ ഇസ് ഓൾ മൈൻ. ഇന്ററാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ സംസാരിക്കാൻ കഴിയുന്നത് എനിക്കും സന്തോഷം തന്നെയാണ്. ഇതിൻ്റെ ഒരു കാര്യം, നമുക്കറിയാവുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, അധികമായാൽ അമൃതും വിഷം. അത് പറയാനുള്ള കാരണം, എന്ത് കാര്യത്തിനും ഒരു ബാലൻസ് മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ എസെൻസ് ഓഫ് ദ തിങ് ഗെറ്റ് ഡൈല്യൂട്ടഡ്. സോ ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു യുവതി എഡ്യൂക്കേഷൻ്റെ സ്ട്രീമിലൂടെ പോകുമ്പോൾ ബാലൻസ് അത്യാവശ്യമാണ്. ബാലൻസ് ഇല്ലാതെ വരുമ്പോൾ, നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ പറയുന്നൊരു ഡയലോഗാണ്, when the mind suffers the body cries out. സോ ഒരു കുട്ടിയുടെ, ഒരു വ്യക്തിയുടെ എല്ലാ ഫാസറ്റ്സ് ഓഫ് ഇൻഡിവിജ്വാലിറ്റീനെ നമ്മൾ അപ്രിങ് ചെയ്യാതെ ഒരു പർട്ടിക്കുലർ ഇന്റലക്റ്റിനെ മാത്രം ഗ്രോ ചെയ്യാൻ ശ്രമിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതാണ് സമൂഹത്തിൽ സംഭവിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു ആള് ജിമ്മിൽ പോകുന്നു, ആംസിന് വേണ്ടി മാത്രം വർക്കൗട്ട് ചെയ്യുന്നു, വളരെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ബൈസെപ്സ് ഉണ്ടാവുന്ന ആൾക്ക്, എന്നാൽ വളരെ ശോഷിച്ച രണ്ട് കാലും വളരെ വിരിവില്ലാത്ത ചെസ്റ്റും ഉണ്ടാവുന്നു. അങ്ങനെ ഒരു ഫിസിക് ആരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യുമോ? ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ അവർ മോഡേൺ എഡ്യൂക്കേഷൻ. ആമുഖമായിട്ട് ഞാൻ ഇടുന്നൊരു തോട്ട് ഈ കാര്യമാണ്. തീർച്ചയായിട്ടും സാറിന് അതിനോട് ആഡ് ചെയ്യാൻ കഴിയും, ബിക്കോസ് യു ആർ ഇൻ ദ ഫീൽഡ് ഓഫ് ഓൾട്ടർനേറ്റ് എഡ്യൂക്കേഷൻ. അവിടെയാണ് ഞാൻ ഈ ഒരു സീറ്റിംഗ് പോലും ഈ ഒരു പിക്ചറിന്റെ ബാക്ക്ഡ്രോപ്പ് ആയിട്ട് കൊണ്ടുവരാൻ കാരണം ഒരു പക്ഷേ വിഷ്ണുവും മനസ്സിലാക്കിയിട്ടുണ്ടാവും, നമ്മളെല്ലാവരും വളർന്നു വന്ന വിദ്യാഭ്യാസ നയത്തിൽ കൂടുതലും ഒരു സൈഡ് മാത്രമാണ്. ഈ പറയുന്ന ആർട്ടിനെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ നിറത്തെ മറന്നുകൊണ്ട് ഫോർമുലാസും അല്ലെങ്കിൽ ബൈഹാർട്ട് പഠിക്കുന്ന കൺവെൻഷണൽ സിസ്റ്റത്തിലൂടെയാണ് ഞാൻ ഉൾപ്പെടുന്ന ഇപ്പോഴത്തെ ഈ ജനറേഷൻ വന്ന് ഇന്നിവിടെ നിൽക്കുന്നത്. പക്ഷെ ഇവിടെ അല്ലെങ്കിൽ ഈ കാലയളവിൽ നാഷണൽ ആയിക്കൊള്ളട്ടെ ഇന്റർനാഷണൽ ആയിക്കൊള്ളട്ടെ വിദ്യാഭ്യാസത്തെ കാണേണ്ടത് അല്പം ഒരു മാറി നിന്നുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ കലയിലൂടെ, പാട്ടിലൂടെ, അല്ലെങ്കിൽ യോഗയിലൂടെ, അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ എന്ന് പറയുന്ന തോട്ടിലൂടെ നമുക്ക് കരിക്കുലറിലേക്ക് പോകുവാൻ സാധിക്കും. അത് ഇന്ന് പലപ്പോഴും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കാണുന്നില്ല. ഞാൻ ഇന്ത്യക്ക് വെളിയിൽ പഠിപ്പിച്ചപ്പോൾ, ഇപ്പോഴും പഠിപ്പിക്കുമ്പോൾ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്, അവിടെ കരിക്കുലർ എന്നോ എക്സ്ട്രാ കരിക്കുലർ എന്നോ ഒരു വ്യത്യാസമില്ല. എവ്രിതിങ് ഇസ് അക്കാഡമിക്സ്. അവിടെ ഇന്ന് നമ്മുടെ കൺവെൻഷണൽ വിദ്യാഭ്യാസ നയത്തിൽ പറയും കരിക്കുലർ ആയിട്ട് ഇതാണ്, എക്സ്ട്രാ കരിക്കുലർ ആയിട്ട്. ജീവിതത്തിൽ അങ്ങനെ നമുക്കൊരു ഡിഫറൻസിയേഷൻ പറ്റുമെന്ന് ഒരു വിദ്യാഭ്യാസ തലങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. സ്പോർട്സിലൂടെ എന്തോരം കാര്യങ്ങൾ പഠിക്കുന്നു. ഇപ്പോ ഒരു പ്രായോഗിക ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും മാത്തമാറ്റിക്സിൽ, കണക്കിൽ പറയുന്ന എന്തിനാണ് ഈ സൈൻ തീറ്റ, കോസ് തീറ്റ പോലെയുള്ള മാത്തമാറ്റിക്സ് സബ്ജക്ട്സ് അല്ലെങ്കിൽ ടോപ്പിക്സ് പഠിക്കുന്നു. പക്ഷെ ഒരു സി റൂട്ടിൽ പോകുന്നവൻ അറിയാം,
ഈ സൈൻ തീറ്റ കോസ് തീറ്റ എന്താണ്. അവരുടെ ജീവൻ അല്ലെങ്കിൽ ഒരു കര കാണണമെങ്കിൽ ഇവിടെ നിന്ന് ഈ സൈൻ തീറ്റ കോസ് തീറ്റ ടാൻ തീറ്റ പോലെയുള്ള ട്രിഗ്നോമെട്രിക്കൽ ഇഫക്റ്റിലൂടെയാണ് അവർ അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതായത് അവൻ രക്ഷപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ അടുത്ത കര എന്താണ് അറിയണമെങ്കിൽ ഇതാണ്. പക്ഷെ ഇത് എത്ര വിദ്യാഭ്യാസ തലങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികൾക്കും വ്യക്തിത്വങ്ങൾക്കും അറിയാം, ഞാൻ പഠിപ്പിക്കുന്ന ഈ പറയുന്ന ടോപ്പിക്സിന് ഇത്രമാത്രം ഔട്ട്റീച്ച് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാർ പറഞ്ഞതിനോട് ആഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ കുങ്കുമത്തെ ചുമക്കുന്ന കഴുത എന്ന് പറയും. കാരണം ഈ കഴുതയ്ക്ക് പലപ്പോഴും ചുമക്കുന്ന കുങ്കുമത്തിന്റെ വാല്യൂ ഓഫ് ഫ്രാഗ്മെന്റ്സോ അറിയില്ല. ഈ എക്സാമിൽ തന്നെ ഈ സൈൻ തീറ്റ ടാൻ തീറ്റ കോസ് തീറ്റ പഠിപ്പിക്കുമ്പോൾ അതിന്റെ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ ആ കുട്ടികളിലേക്ക് പഠിപ്പിച്ചിട്ട് വേണം ഈ ഫോർമുലയുടെ എഫക്റ്റീവ്നെസ് പഠിപ്പിക്കാൻ. അൺഫോർച്യുനേറ്റ്ലി ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ്. കാരണം ഒരു വൺ സൈഡഡ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാരണം we are very much interested in the output rather than the process of achieving the output. നമ്മുടെ ലോകം മുഴുവൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. നമ്മുടെ ലോകം മുഴുവൻ ചിന്തിക്കുന്നത് ആ ഫൈനൽ ഔട്ട്പുട്ടിനെ ഒരു പ്രോഗ്രസ് കാർഡിൽ കാണിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ ഇത്ര പരീക്ഷയ്ക്ക് ഇത്ര A+ മേടിച്ചു, ഇത്ര A മേടിച്ചു, ഇത്ര B മേടിച്ചു, ഈ ഒരു ഒറ്റ കാർഡിൽ സന്തോഷം കണ്ടെത്തുന്ന പാരൻസിനെ നമ്മൾ തന്നെ വാർത്തെടുക്കുകയാണ്. അതിനപ്പുറത്തേക്കും ആ കുട്ടിയുടെ വ്യക്തിത്വം, ആ കുട്ടി സാമൂഹ്യ ജീവി എന്ന തരത്തിലുള്ള വളർച്ച, ഒരു ഇമോഷണൽ ഹ്യൂമൻ ബീങ് എന്നുള്ള വളർച്ച, അവന്റെ ഹിഡൻ ആയിട്ടുള്ള നർച്ചറിങ് ആയിട്ടുള്ള ഇൻബോൺ ആയിട്ടുള്ള ടാലന്റുകൾ എത്രത്തോളം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു പ്രശ്നത്തിനെ അഭിസംബോധന ചെയ്യാൻ അതിനെ ഫേസ് ചെയ്യാനുള്ള അവന്റെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടോ, അവന്റെ ക്രിയേറ്റിവിറ്റിയുടെ സ്പാൻ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടോ, ഈ വിദ്യാഭ്യാസത്തിലൂടെ അതിനെ എവിടെയെങ്കിലും അസസ് ചെയ്യുന്നതായിട്ട് സാറ് കണ്ടിട്ടുണ്ടോ? അതാണ് ഒരു പക്ഷേ ഇന്നത്തെ ഇന്ത്യ വിട്ടുകൊണ്ട് പലരും പോകുന്നതിനൊരു കാരണവും ഇത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യയുടെ ഏതൊരു മനുഷ്യനും അവനവന്റെ സ്വന്തം വീട് തന്നെയാണ് വലുതെന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. ആ സുഖം വേറെ ഒരു വീട്ടിലും കിട്ടില്ല. അത് ഒരു സാധാരണ മഴയത്ത് ഒലിക്കുന്ന ഒരു കൂരയാണെങ്കിൽ പോലും ആ കൂരയ്ക്കകത്ത് കിട്ടുന്ന സുഖം ലോകത്ത് എവിടെയും കിട്ടില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. ഇന്നിപ്പോ ഒരു വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്തിനാണ് 10ൽ നല്ല മാർക്ക് എന്ന് ചോദിച്ചാൽ +1 അഡ്മിഷൻ കിട്ടാൻ വേണ്ടി മാത്രമാണ്. എന്തിനാണ് +2 നല്ല മാർക്ക് എന്ന് ചോദിച്ചാൽ ഡിഗ്രിക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ എഡ്യൂക്കേഷന് വേണ്ടി മാത്രമാണ്. ഞാൻ ഒരിക്കൽ പോലും ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവർക്ക് 10ൽ എത്ര മാർക്ക് ഉണ്ടെന്നോ പ്രീ ഡിഗ്രിക്കോ +2നോ അല്ലെങ്കിൽ ഡിഗ്രിക്ക് എത്ര മാർക്ക് ഉണ്ടെന്നോ ഞാൻ നോക്കണില്ല. കാരണം എന്റെ ആവശ്യം ക്വാളിറ്റിയാണ്. ഡെയിലി ലൈഫായിട്ട് ഇവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് എന്ത് പ്രയോജനം? ഇപ്പൊ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു ആക്സിഡന്റ് പറ്റുന്നു, ഒത്തിരി പേര് അവിടെ ഫോട്ടോ എഴുതും. ആക്സിഡന്റ് പറ്റിയ ആളുടെ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് കൺസേൺഡ് ആയിട്ടുള്ള അയച്ചു കൊടുക്കണം, വേണ്ട എന്നുള്ളതല്ല, ഒരു അനോണിമസ് പേഴ്സൺ ആണെങ്കിൽ. പക്ഷെ അത് ലൈവ് വീഡിയോ ഇട്ട് അല്ലെങ്കിൽ അതിനെ മോശമായി ടാഗ് ചെയ്ത് പോകേണ്ട ആവശ്യം എന്താ? അവിടെ ആവശ്യം ഒരു ആംബുലൻസ് വരണം അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം എന്നുള്ളതാണ്. ഇത് മാറിക്കഴിഞ്ഞു. കാരണം നമ്മുടെ വിദ്യാഭ്യാസത്തിൽ അത് പഠിപ്പിച്ചിട്ടില്ല. വിദ്യാഭ്യാസത്തിൽ ഫസ്റ്റ് എയ്ഡിന്റെ ബോക്സ് ഉണ്ടാവും, ഇത് കാൽപോള് അല്ലെങ്കിൽ ഇത് ബാം അല്ലെങ്കിൽ ഇത് കെട്ടാണ്. പക്ഷേ സ്വന്തം അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന ഒരു കുഞ്ഞ് വീഴുമ്പോൾ ഒരു കൊച്ചിനോട് അതിന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഗൈഡ് ചെയ്തുകൊണ്ട്, ഒരു ടീച്ചർ ആയിക്കോട്ടെ ബേസിക് ഗൈഡ് ചെയ്തുകൊണ്ട് ഇതൊന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ഇന്ന്, അതുപോലത്തെ സ്ഥാപനങ്ങൾ ഇന്ന് വളരെ വിരളമാണ്. ഇനി വിരളമാകുന്നതിന് കാരണവും, സോറി ടു ആഡ് ഓൺ, ഇവർക്ക് ഇന്ന് കിട്ടുന്ന അക്സെപ്റ്റൻസ് വളരെ തുച്ഛമാണ്. കാരണം കൺവെൻഷണൽ സിസ്റ്റം അറിഞ്ഞോ അറിയാതെ എവിടേക്കോ നമ്മുടെ മൈൻഡ് സെറ്റിൽ കയറി പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. ആ കൺവെൻഷണൽ സിസ്റ്റത്തെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന സമൂഹം കുറെ കാര്യങ്ങൾ അൺലേൺ ചെയ്യുന്നുണ്ട്. ആ അൺലേണിംഗ് നടക്കാത്തത് കൊണ്ടല്ലേ ഒരു പക്ഷേ വിഷ്ണുവിന് അല്ലെങ്കിൽ ക്ലയൻസുകളുടെ എണ്ണം കൂടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ല. സാറ് പറഞ്ഞതിനോട് ഞാൻ അബ്സല്യൂട്ട്ലി വിഷമത്തോടെ എഗ്രി ചെയ്യേണ്ടി വരും. കാരണം എനിക്കിപ്പോൾ റീസെന്റ് ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആണ് ഓർമ്മ വരുന്നത്. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. ലാസ്റ്റ് ഒരു 2-3 days ആയിട്ട് നിരന്തരമായിട്ട് വിളിക്കുകയാണ്. വിളിച്ചിട്ട് പാരന്റ്സ് പറയുന്നത് എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് ഫഹദ് ഫാസിലിന്റെ അസുഖമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഞാൻ ഈ ഇൻസിഡന്റിനെ പറ്റി അവെയർ അല്ല. ഫഹദ് ഫാസിൽ ഇങ്ങനെ ഒരു റെവലേഷൻ നടത്തിയ കാര്യത്തെ കുറിച്ച് ആ സമയത്ത് ഞാൻ അവെയർ അല്ലായിരുന്നു. എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. രാവിലെ വിളിക്കുന്നു പറയുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു മെഡിക്കൽ കണ്ടീഷനെ കുറിച്ച് ഒരു സ്ക്രീനിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ അതിനെ ബൈഹാർട്ട് ചെയ്ത് എടുത്തുകൊണ്ട് അതിനെ അനലൈസ് ചെയ്യാതെ അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് ഒരു ടാഗ് ലൈൻഡ് ഡിസീസ് ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് പാരന്റ്സ് വിളിക്കുകയാണ്. കാരണം ഒരു കസ്റ്റമർ ഇൻഫോംഡ് അല്ലാത്ത കസ്റ്റമർ ഇസ് എ കേഴ്സ് ടു ദ മാർക്കറ്റ് എന്ന് ഞങ്ങൾ MBA പറയും. ഇഫ് എ കസ്റ്റമർ ഇസ് നോട്ട് വെൽ ഇൻഫോംഡ്,
ഇറ്റ് ഈസ് എ കേഴ്സ് ടു ദ മാർക്കറ്റ്. ആ മാർക്കറ്റിനെ ആ കസ്റ്റമർ കംപ്ലീറ്റ്ലി സ്പോയിൽ ചെയ്യും. ഈ കസ്റ്റമർ എന്തുകൊണ്ടാണ് എഡ്യൂക്കേറ്റഡ് ആവാത്തതെന്ന് ചോദിച്ചാൽ പലപ്പോഴും അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സോഷ്യോ പൊളിറ്റിക്കൽ സെറ്റപ്പിൽ വ്യത്യാസങ്ങളെ, വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിലേക്ക് ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ട്, ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്. ഞാൻ എപ്പോഴും ആലോചിക്കും, നമ്മൾ സ്ഥിരമായിട്ട് പത്രങ്ങളിൽ കാണുന്ന ഒരു വാർത്തയാണ്, ആയിരക്കണക്കിന് കുട്ടികൾ എഞ്ചിനീയറിംഗ് പാസ്സായി ജോലി കിട്ടുന്നില്ല, ആയിരക്കണക്കിന് കുട്ടികൾ ഡിഗ്രി പാസ്സായി ജോലി കിട്ടുന്നില്ല. ഇതിന് നമ്മൾ കാരണങ്ങളും വിശകലനം ചെയ്യാറുണ്ട്. വളരെ കൗതുകമാണ് കാരണങ്ങൾ പറയുന്നത് ഗവൺമെന്റ് ജോലി ക്രിയേറ്റ് ചെയ്തില്ല, കമ്പനികൾ നഷ്ടത്തിലാണ്, അല്ലെങ്കിൽ അമേരിക്കയിൽ റിസഷൻ ഉണ്ടായി. എവിടെയെങ്കിലും ഒരിടത്ത് സാറ് കേട്ടിട്ടുണ്ടോ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു പോരായ്മ ആയിക്കൂടെ എംപ്ലോയബിൾ ആയുള്ള ആളുകളെ വാർത്തെടുക്കുന്നതിൽ പരാജയപ്പെട്ടതാകില്ലേ, ക്യാൻ ബി വൺ ഓഫ് ദ റീസൺ അറ്റ്ലീസ്റ്റ് എന്ന് ചിന്തിക്കുന്ന ഒരു ഡിബേറ്റോ ഒരു ഫോറമോ വളരെ വിരളമായിട്ട് നമ്മൾ കാണാറുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നത് ദാറ്റ് ഈസ് ദ അബ്സല്യൂട്ട് റൂട്ട് കോസ്. വളരെ രസകരമായിട്ടുള്ള, ഞാൻ സ്കൂളിൽ ഒരു ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരോടൊന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ വ്യക്തിപരമായി അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ മോശപ്പെടുത്താനോ അല്ല, പക്ഷെ ഞാൻ ഒത്തിരി അധികം ചിരിച്ച ഒരു സംഭവമാണ്. അവിടെ ഓരോരുത്തർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു ടീച്ചർ പറഞ്ഞത് ഐ ഹാവ് 1 husband and 3 children. അപ്പൊ ഞാൻ ടീച്ചറോട് ചോദിച്ചു ഏത് സബ്ജക്ട്? ഐ മീൻ ഇംഗ്ലീഷ് ടീച്ചർ. അപ്പോ ആ പൊസിഷൻ എവിടെ നിൽക്കുന്നു അവര് പറഞ്ഞത്, മേ ബി അറിഞ്ഞോ അറിയാതെ അവര് വന്ന് ഇറ്റ് കുഡ് ബി എ സ്ലിപ്പ് ഓഫ് ദ ടങ്. പക്ഷേ ഒരു ഇംഗ്ലീഷ് ടീച്ചറിന് ഐ ഹാവ് 1 husband and 3 children എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇതെല്ലാം ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കാം ഫോർമലായിട്ട് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആ ടീച്ചറോട് ആവശ്യപ്പെട്ടത്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഞാൻ എന്താണോ, ഇപ്പൊ എനിക്ക് PhD ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരു കുഞ്ഞിൽ നിന്ന് എനിക്കൊന്നും പഠിക്കാൻ പറ്റില്ലെന്നല്ല. ഒരു ഉദാഹരണം, ഞാൻ ഈ ഹോട്ടല് റെസ്റ്റോറന്റുകളിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കൈ കഴുകി കഴിയുമ്പോൾ നമ്മള് ടിഷ്യൂ പേപ്പർ വരും. അപ്പൊ നമ്മള് 1, 2, 3. അപ്പൊ എന്റെ തൊട്ടടുത്ത് നിന്ന് ഒരു കുഞ്ഞെന്നോട് ചോദിച്ചത്, ഒരെണ്ണം എടുത്തിട്ട് പോരെ അങ്കിള്, അല്ലെങ്കിൽ രണ്ടാമത്തത് എടുക്കാൻ, അതൊന്ന് തുടച്ചിട്ട് പോരെ. ഇത് എനിക്ക്, ഞാൻ വിദ്യാഭ്യാസം ഉണ്ടോ ഇല്ലയോ, പക്ഷെ ഒരു കുഞ്ഞിന്റെ വായിൽ നിന്ന് അത് കേട്ടപ്പോൾ ഐ വാസ് തിങ്കിങ് ട്വൈസ്. ആ കുഞ്ഞ് പറഞ്ഞത് ഒരു പോയിന്റ് പോലും മാറ്റാനില്ല. അപ്പൊ ഇവിടെ കൂടുതലും ഒരു പ്രിജുഡൈസ്ഡ് ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുറെ അറിവുണ്ട്, വിദ്യാഭ്യാസമുണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാം ആയിരിക്കുന്നു. പക്ഷെ അവിടെ ഞാൻ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു, അപ്ഡേറ്റഡ് ആകുന്നില്ല. അവിടെ പേരൻസും സൊസൈറ്റിയും ഇതിനകത്ത് ഒരു വലിയ ഒരു ടഗ് ഓഫ് വാറിലാണ്. പേരൻസ് പറയും സൊസൈറ്റി ഇങ്ങനെയാണ്, പിന്നെ എങ്ങനെ ഞാൻ ഇത് ചെയ്യും. മറുവശത്ത് സൊസൈറ്റി പറയും ആരെങ്കിലും ഒരു മാറ്റം കൊണ്ടുവന്ന് കാണിക്കും, പക്ഷെ മാറ്റം കൊണ്ടുവരണമെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ സൊസൈറ്റി അംഗീകരിക്കുന്നില്ല. ഇവിടെ എല്ലാം ഒരു ഈഗോയാണോ, ഒരു ടഗ് ഓഫ് വാർ ആണോ, ബട്ട് സംതിങ് ഇസ് ഹാപ്പനിങ്. അവിടെ അതിനെ കുറിച്ച് എങ്ങനെയാ വിഷ്ണുവിന്റെ ഒരു കറക്റ്റ് ആണ്. എപ്പോഴും മാറ്റം വരണമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് somebody has to sacrifice. ഈ ലോകത്തെ എന്ത് മാറ്റങ്ങളും എന്ത് വിപ്ലവങ്ങളും എന്ത് പുതുമയും സംഭവിച്ചതിന്റെ പിന്നിൽ ആരുടെയൊക്കെയോ ത്യാഗങ്ങളുണ്ട്. ആ ത്യാഗങ്ങൾ ഒരു വ്യക്തിയുടെ ആകാം, ഒരു ഓർഗനൈസേഷന്റെ ആകാം, അല്ലെങ്കിൽ ഒരു മൂവ്മെന്റിന്റെ ആകാം. ആ ത്യാഗങ്ങളില്ലാതെ നത്തിങ് ഇസ് ഗോയിങ് ടു കം അപ്പ്. പക്ഷെ ഇന്നിപ്പോ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂ മച്ച് മെറ്റീരിയലിസം കൊണ്ടാവാം, അല്ലെങ്കിൽ ടൂ മച്ച് പ്രാക്ടിക്കൽ അപ്രോച്ച് കൊണ്ടാവാം നമ്മൾ പറയുന്നത്, നമ്മൾ സ്വയം കണ്ടെത്തുന്ന ന്യായങ്ങൾ, why should we take a new route when we already have a confirmed path in front of us? ഈ സ്റ്റാഗ്നേറ്റഡ് തോട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ സൊസൈറ്റിനെ സ്വാധീനിക്കുകയാണ്. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ, ഞാൻ റീസെന്റ് ഒരു സ്കൂളിൽ ഒരു ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന് പോയി, ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്കൂളാണ്. അപ്പൊ ആ സ്കൂളിലെ ടീച്ചേഴ്സിനോട് ഞാൻ ചോദിച്ചു, when is the last time you read a book related to your subject which is written by a foreign author or by someone outside the prescribed syllabus? എന്ന് ചോദിച്ചപ്പോൾ ഒറ്റ ടീച്ചറിന് പോലും കൈ ഉയർത്തിക്കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട് റീസെന്റ് എന്ന് പറയാനില്ല. Even the surprising fact is some of the teachers said that last 10 years they have never ever read a new book. Can you believe that? നമ്മൾ വിശ്വസിക്കുന്നത് ഏറ്റവും അധികം സെൽഫ് എക്സ്പ്ലോർ ചെയ്യുകയും അൺലേൺ ചെയ്യുകയും റീലേൺ ചെയ്യേണ്ട കമ്മ്യൂണിറ്റി യുവാക്കളെയും യുവതികളെയും വെളിച്ചം നൽകേണ്ട ടീച്ചേഴ്സാണ്. ബിക്കോസ് അറിവിന്റെ നിറകുടങ്ങളാണ് അവർ. അതനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കണം. They should be updated. But they are openly acknowledging with the pride
that has been last 10 years they haven't read a book? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും ഈ സിസ്റ്റത്തിനെ കുറ്റപ്പെടുന്നു. Because the system is not taking an effort to monitor whether the teacher is upskilling herself or himself. അങ്ങനെ ഒരു പുതിയ ഇൻകോർപ്പറേഷൻ സിസ്റ്റം വളരെ സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു സാർ എഫേർട്ട് എടുത്ത്, അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരു ഓർഗനൈസേഷൻ എഫേർട്ട് എടുത്തുകൊണ്ട് ഒരു ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ, നമ്മുടെ എഡ്യൂക്കേഷനെ വിടാം, ഒരു ചികിത്സാ രീതി, ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതി, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു സ്പോർട്സിന്റെ അപ്രോച്ച്, എന്ത് തന്നെ ഇവിടെ കൊണ്ടുവന്നാലും ഈ പ്രെജുഡിസ്റ്റിക് ആയിട്ടുള്ള സെറ്റ് ടെംപ്ലേറ്റ്സ് ഉള്ള ആളുകൾ വെഹമെന്റ്ലി ഇതിനെ ഒപ്പോസ് ചെയ്യാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പിച്ച് വിചാരിക്കുന്നത്, ദേ ആർ അഫ്രൈഡ് ദാറ്റ് if these things come, they have to upskill themselves and they have to start learning. ഈ ലേണബിലിറ്റിനെ അവർ പേടിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അപ്സ്കിൽ ചെയ്യേണ്ടി വരും, ഞങ്ങൾക്ക് പുതുതായിട്ട് പഠിക്കേണ്ടി വരും. ഇതിനെ പേടിക്കുകയാണ്. എന്നാൽ അവർ സത്യം തിരിച്ചറിയുന്നില്ല. ഇത് പഠിക്കുന്ന വഴി they are improving the scope for bargaining, improving the scope for better career opportunities, improving the scope for exploring their own potential to the next level. ഈ പോസിറ്റീവ് അപ്രോച്ചിലേക്ക് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ടീച്ചിങ് കമ്മ്യൂണിറ്റിയും എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസും എത്തുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഫാക്ട്. ഒരു റീസെന്റ് ആയിട്ട് ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ, റെസ്പെക്ട്ഫുൾ ഒഫീഷ്യൽ വന്ന് സ്കൂള് വന്ന് വിസിറ്റ് ചെയ്തപ്പോൾ പറഞ്ഞത്, ഇതെന്താ ഇതൊരു സ്കൂളാണ്, ഇതെന്താ സ്കൂളിന്റെ ആർക്കിടെക്ചർ അല്ലല്ലോ, ഇതെന്താ ഒരു വീട് പോലെ ഇരിക്കുന്നു, ഇവിടെ നിന്ന് നിറച്ച് പുല്ലൊക്കെ. അപ്പൊ എനിക്കൊരിക്കലും ആ വ്യക്തിയെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം ഞാൻ ഉൾപ്പെടുന്ന സമൂഹം വളർന്നു വന്ന ആ ഒരു പാത്ത് എന്ന് പറയുന്നത്, സ്കൂൾ എന്ന് പറഞ്ഞാൽ കുറെ കെട്ടിട സമുച്ചയങ്ങൾ ഉണ്ടാകണം, കുറെ ബ്ലോക്സ് ഉണ്ടാകണം, അല്ലെങ്കിൽ സിമെന്റ് ഇട്ട തറ, കംപ്ലീറ്റ് ആയിട്ട് പച്ചപ്പൊന്നുമില്ലാത്ത ഒരു തറയായിരിക്കണം, അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. ഇവിടെയെല്ലാം ശുദ്ധമായ വായുവിന് എന്ത് എൻഷുർ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രകൃതി വേണം. ഇപ്പൊ കഴിഞ്ഞ വേൾഡ് എൻവയറമെന്റൽ ഡേക്ക് പല ആക്ടിവിറ്റീസും ഒത്തിരി ഓർഗനൈസേഷൻസും സ്ഥാപനങ്ങളും എല്ലാം നടത്തുന്നുണ്ട്. എല്ലാവരും മരമാണ് നടുന്നത്. ഇപ്പൊ ഒരു കുറച്ചധികം വർഷങ്ങളായിട്ട് ഇങ്ങനെയുള്ള എൻവയറമെന്റൽ ഡേക്കുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് മരം നടിയിലാണ്. ഈ മരം നട്ടിട്ട് പോയിട്ട് അത് പിടിക്കുന്നുണ്ടോ, അതിന് വെള്ളം ഒഴിക്കുന്നുണ്ടോ എന്നുള്ളത് ആരുമില്ല. അങ്ങനെ ഇപ്പൊ ഒരു ഇമാജിൻ, ഒരു സോഷ്യൽ മീഡിയ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 സ്ഥലങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു മരം നട്ടിട്ടുണ്ടാവും. ഈ 100 മരം വെച്ച് ഒരു 10 വർഷം ഇട്ട് നോക്കി, അത്രയും മരങ്ങൾ ഇന്നിവിടെ ഉണ്ടെങ്കിൽ ഈ പ്രകൃതിക്ക് എന്തോരം സന്തോഷമായിരുന്നു. അത് സാർ പറഞ്ഞതൊരു വളരെ വാലിഡ് പോയിന്റ് ആണ്. ഞാൻ അതിനോട് ആഡ് ചെയ്ത് തന്നെ പറയുന്ന ഒരു കാര്യം, പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ, എസ്പെഷ്യലി നമ്മുടെ കേരളത്തിലെ ക്യാമ്പസുകളിൽ പോകുമ്പോൾ, പല സ്ഥലങ്ങളിലും നമ്മൾ മുദ്രാവാക്യങ്ങൾ കാണാറുണ്ട്. ചിലപ്പോൾ ഫ്രേസസ് ആയിരിക്കാം, ചിലപ്പോൾ സ്ലോഗൻസ് ആയിരിക്കാം. അത് ഓരോ നിലപാടുകളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതിൽ ഭൂരിഭാഗം നമ്മൾ കാണാറുള്ളത് ആൺകുട്ടികളുടെ അവകാശങ്ങൾ, പെൺകുട്ടികളുടെ അവകാശങ്ങൾ, ടീച്ചർമാരുടെ അവകാശങ്ങൾ, ഇന്ത്യൻ പൗരന്റെ അവകാശങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള സ്ലോഗൻസ് മിക്ക കോളേജ് ക്യാമ്പസുകളിൽ ഞാൻ കാണാറുണ്ട്. അപ്പൊ എനിക്ക് വളരെ കൗതുകം തോന്നി. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്, ആക്ച്വലി ഇറ്റ്സ് വെരി ഗുഡ്. ആക്ച്വലി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത്രയും കുട്ടികൾ ഇത്രയും അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരാകുന്നത് നല്ല കാര്യമാണ്. അപ്പൊ ഞാൻ അവിടെ ക്ലാസ് എടുക്കാൻ സ്റ്റേജിൽ കയറിയപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞു, ഇത് ഇൻകംപ്ലീറ്റ് ആണ്. ദിസ് എ ഗ്രേറ്റ് എഫേർട്ട് യു ആർ ഡൂയിങ്. ഈ സ്ലോഗൻസ് ഈ ഭിത്തികളിൽ മുഴുവൻ എഴുതി വെക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷെ ഇത് ഇൻകംപ്ലീറ്റ് ആണ്. ഇത് കംപ്ലീറ്റ് ആവണമെങ്കിൽ എവിടെയൊക്കെ നിങ്ങൾ അവകാശങ്ങൾ എന്ന വാക്ക് എഴുതിയിട്ടുണ്ടോ അതിന്റെ താഴെ തന്നെ നിങ്ങൾ ഒരു വാക്കുകൂടെ എഴുതി ചേർക്കണം. ആ വാക്ക് റെസ്പോൺസിബിലിറ്റി എന്നതാണ്. അവകാശം ചെറുപ്പക്കാരൻ്റെ എന്ന് എഴുതുമ്പോൾ റെസ്പോൺസിബിലിറ്റി ഓഫ് എ മെയിൽ സ്റ്റുഡൻറ്, റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഫീമെയിൽ സ്റ്റുഡൻറ്, റെസ്പോൺസിബിലിറ്റി ഓഫ് എ ടീച്ചർ, റൈറ്റ് ഓഫ് എ ടീച്ചറിന്റെ കൂടെ എഴുതി ചേർക്കണം. ഇത് രണ്ടിന്റെയും ബാലൻസ് ഇല്ലാതെ നമുക്കൊരിക്കലും പ്രോഗ്രസ് ഉണ്ടാവില്ല. പകരം ബ്ലെയിം ഗെയിമേ ഉണ്ടാവുള്ളൂ. ഞാൻ അങ്ങോട്ട് പറയുന്നു, ഇങ്ങോട്ട് പറയുന്നു, ജസ്റ്റ് എ റാറ്റ് റേസ്. നോ ഡൗട്ട്. ഞാനൊരു ചെറിയൊരു ടെർമിനോളജിയെ ഞാൻ അവിടെ ഒന്ന് കോംപ്ലിമെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോ അവകാശവാദങ്ങൾ വെച്ച് ഇന്ന് പ്രൊട്ടസ്റ്റുകളും അല്ലെങ്കിൽ വിപ്ലവാത്മക ചിന്തകളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത്. ഇപ്പൊ ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യക്ക് വെളിയിലാണ്. പക്ഷെ എത്ര സ്ഥലങ്ങളിൽ വാട്ട് ഇസ് ദ ഡ്യൂട്ടി ഓഫ് എ സിറ്റിസൺ? ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ സിറ്റീസിന്റെ ഡ്യൂട്ടീസ് എത്ര പേർക്കറിയാം? ഏത് ആർട്ടിക്കിൾ ആണെന്ന് അറിയാം, അത് എത്ര ഡ്യൂട്ടീസ് ഉണ്ടെന്ന് അറിയാം. ഇതുപോലും അറിയാതെ എന്റെ അവകാശങ്ങൾ ഹനിച്ചു എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുമ്പോൾ അവിടെ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു.
അവിടെ ഇപ്പൊ ഞാൻ ആസ് എ വിദ്യാർത്ഥിയാണെങ്കിൽ എന്റെ ഉത്തരവാദിത്തമാണ് നന്നായി വായിക്കുക, പഠിക്കുക, അറിവ് സമ്പാദിക്കുക, ആ സമ്പാദിച്ച അറിവ് ദൈനംദിന ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഇത് നടക്കുന്നില്ല. മറിച്ച് അവകാശവാദങ്ങൾക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ മറുവശത്ത് ടീച്ചേഴ്സ് എടുക്കാം. എനിക്ക് ഐ ഹാവ് എ ടോട്ടൽ റെസ്പെക്ട് ടു ദ ടീച്ചേഴ്സ്. കാരണം എന്റെ ഫാദറും ഒരു ടീച്ചറാണ്. ബൈ ഗോഡ്സ് ഗ്രേസ് ഞാനും ഒരു ടീച്ചറാണ്. മേ ബി നാളെ അടുത്ത തലമുറയിൽ ആരെങ്കിലും ഒക്കെ ടീച്ചേഴ്സ് ഉണ്ടാകാം. പക്ഷേ ഒരു സമൂഹത്തില് ഒരു ടീച്ചറിന് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഹൈ. പക്ഷേ റെമ്യൂണറേറ്റഡ് ലെവലിൽ അതിന്റെ ഒരു തോട്ട് പ്രോസസ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ലീസ്റ്റ് പെയ്ഡ് ആണ്. സർ പറഞ്ഞത് വളരെ ഒരു വാസ്തവമായ കാര്യമാണ്. നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സൊസൈറ്റിയിൽ ചില തട്ടുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ തട്ടിൽ ഉള്ളവർക്ക് ഈ സാലറി അല്ലെങ്കിൽ ഈ റെമ്യൂണറേഷൻ, ഈ തട്ടിലുള്ളവർക്ക് ഈ റെമ്യൂണറേഷൻ, അങ്ങനെ ഒരു ക്വാളിറ്റി ബേസ്ഡ് അല്ലാതെ പാരമ്പര്യമായിട്ട് ഒരു സെഗ്രിഗേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുക. പീരിയോഡിക്കലി ശരിക്കും ആ തട്ടുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ക്വാളിറ്റി അനാലിസിസിലൂടെയാണ്. പ്രോപ്പർ ആയിട്ട് പീരിയോഡിക് ആയിട്ട് ഒരു ക്വാളിറ്റി അസസ്മെന്റിലൂടെയാണ് ഈ തട്ട് ശരിക്കും രൂപാന്തരം പ്രാപിക്കേണ്ടത്. ഒരു ബിസിനസ്സിലാണെങ്കിൽ ഒരു SWOT അനാലിസിസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ റിസൾട്ടിലേക്ക് വരിക. ഇവിടെ അങ്ങനെയല്ല. അൺഫോർച്യുനേറ്റ്ലി കുറെ ടെംപ്ലേറ്റുകൾ കാലാകാലങ്ങളിലുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു കാര്യം, ഞാൻ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേര് മാർക്ക് ലിസ്റ്റ് എഡ്യൂക്കേഷൻ എന്നാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ കുട്ടികൾ 10 വർഷം 12 വർഷം സ്കൂളിൽ പോകുന്നത് ഒരു തുണ്ട് പേപ്പറിന് വേണ്ടി മാത്രമാണ്. ഒരാളുടെ ആയുസിന്റെ 12 വർഷം ആ വ്യക്തി, ഒരു ആവറേജ് ലൈഫ് സ്പാൻ ഓഫ് ഇന്ത്യൻ 70 ഇയേഴ്സ് ലൈഫ് സ്പാൻ ഉള്ള ഒരു ഇന്ത്യൻ 21 വയസ്സ് വരെ പഠിക്കുക എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 30% ഓഫ് ഹിസ് ലൈഫ് സ്പാൻ ഹി ഹാസ് സ്പെൻഡ് ഇൻ ക്യാമ്പസസ്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഫോർ എ പീസ് ഓഫ് പേപ്പർ വിച്ച് ഇസ് കോൾഡ് എ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഓർ വിച്ച് ഇസ് കോൾഡ് എ മാർക്ക് ലിസ്റ്റ്. ഞാൻ പല ആൾക്കാരോട് ചോദിക്കാറുണ്ട്, എന്റെ മുമ്പിൽ വരുന്ന ക്ലയൻസിനോട്, നിങ്ങളുടെ 10th മാർക്ക് ലിസ്റ്റ് ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് ബാക്ക് ഓഫ് ദ മൈൻഡ് ഒന്ന് ഓർത്ത് പറയാമോ? പലർക്കും ഇത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് പോലും ഓർമ്മയില്ല. +2 സർട്ടിഫിക്കറ്റ് എവിടെയാണ് ഇപ്പോൾ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ പലരും +2 സർട്ടിഫിക്കറ്റ് അവർ പഠിച്ച സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തത് ആ പേപ്പറിന് വേണ്ടിയാണ്. But unfortunately, in real life, they have understood that more than that certificate, it is what the knowledge, what the skills they have earned, which has helped them earn a living. ആ സ്കില്ലിന് ഇമ്പോർട്ടൻസ് വരണം. ഇപ്പൊ എനിക്കിവിടെ സാറിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, സാറ് പറഞ്ഞു ഇവിടുത്തെ അസസ്മെന്റ് എങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. അസസ്മെന്റിൽ 50% weightage is given to the textbooks, the concepts, the theory, which is very important. The rest 50% is given to the practicals, the activity. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ വ്യക്തിക്ക് സൈൻ തീറ്റയും കോസ് തീറ്റയും ടാൻ തീറ്റയും എന്തിനാണ് പഠിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാത്തത് കഥയറിയാതെ ആട്ടം കാണുന്നത് പോലെ തലയാട്ടുന്ന ഒരു യങ്സ്റ്റേഴ്സിനെ ഉണ്ടാക്കിയെടുക്കലാണ്. ഇവിടെ എല്ലാം സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ അവിടെയും എനിക്ക് ഒരു ഡിജിറ്റൽ ഏജിലൂടെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളില് ഞാൻ കാറിൽ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു വലിയ ഫോട്ടോയും താഴെ എന്തോ എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ പൂക്കളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അറിയാതെ പറഞ്ഞു, അയ്യോ കുഞ്ഞു കൊച്ചാണല്ലോ, ഇത് പറ്റി. അപ്പൊ എന്റെ തൊട്ടടുത്തിരുന്ന സുഹൃത്ത് പറഞ്ഞു, അയ്യോ അത് ആദരാഞ്ജലികളല്ല, അഭിനന്ദനങ്ങളാണ്. അതായത് ഫ്ലക്സ് വെച്ച്, അതായത് മേ ബി ഓരോ കുഞ്ഞു ബലപ്പെട്ടതാണ്, അതൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇന്ന് എല്ലാവരും എഗ്രീഡാണ്. ലീഡിംഗ് കോളേജസുകളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വരുന്ന അഡ്മിഷനുകളിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 100-200 എല്ലാം എഗ്രീഡാണ്. കാരണം എഗ്രീഡിന് ഒരു പഞ്ഞവുമില്ല. പക്ഷേ ഒരു A+ അല്ലെങ്കിൽ B+ അല്ലെങ്കിൽ ഒരു ഗ്രേഡ് ഒരു എക്സ്പെക്ടഡ് നിന്ന് മുകളിൽ കിട്ടിക്കഴിഞ്ഞു കഴിയുമ്പോൾ ഫ്ലക്സ് വെച്ച സമൂഹത്തിന് എന്തോ വലിയ ധീരത ചെയ്തതുപോലെയാണ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അപ്പൊ നമ്മള് എന്തിനാ പഠിക്കണേ? സോഷ്യൽ മീഡിയയിൽ ഇടാനാണ് ഇപ്പൊ ചിലവരുടെ പഠനങ്ങൾ വരുന്നത്. പക്ഷെ നാളെ ജോലി ചെയ്യുമ്പോൾ ഈ പഠിച്ചതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? സാർ പറഞ്ഞൊരു കാര്യം, കുറച്ച് നാൾ മുമ്പ് വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനിസ്റ്റ് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടപ്പോൾ പറഞ്ഞതാണ്, കേരളം ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ഇൻഫ്ലേഷൻ ആണ്. അങ്ങനെ പറയാൻ കാരണം, പണ്ട് നമുക്ക് ഡിഗ്രി പഠിക്കുക എന്നുള്ളത് ഒരു വലിയ ആസ്പിറേഷൻ ആയിരുന്നു ഒരു ആവറേജ് മലയാളിയുടെ അല്ലെങ്കിൽ ഒരു ആവറേജ് ഇന്ത്യന്റെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡിഗ്രി ഒന്നുമല്ല, PG എങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് വിലയുള്ളൂ എന്ന ലെവലിലേക്ക് ഇതിനെ അപ്ഗ്രേഡ് ചെയ്യും. അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ PG പോരാ, ഒരു സ്പെഷ്യലൈസ്ഡ് PG വേണം, ഒരു പ്രൊഫഷണൽ PG വേണം എന്നതായി.
അതിനുശേഷം ഇത് രണ്ടും പോരാ, ഒരു PhD കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനി എങ്ങോട്ട് നമ്മൾ പോകും എന്ന് എല്ലാവരും ഒന്ന് ചിന്തിക്കണം. വേർ വിൽ വി ടേക്ക് ദ എഡ്യൂക്കേഷൻ ടു ദ നെക്സ്റ്റ് ലെവൽ? ഇനി കൊണ്ടുപോകാനില്ല. പക്ഷെ ഇങ്ങനെ ചവിട്ടുപടികൾ നമ്മൾ കയറുമ്പോൾ ആസ് എ ഹ്യൂമൻ, വാട്ട് അബൌട്ട് അവർ ഇമോഷണൽ സ്ട്രെങ്ത്? വാട്ട് അബൌട്ട് അവർ സോഷ്യൽ acumen? വാട്ട് അബൌട്ട് അവർ എബിലിറ്റി ടു ഫേസ് അഡ്വേഴ്സിറ്റീസ്? ഈ വ്യക്തിത്വത്തിന്റെ ഘടകങ്ങളായിട്ടുള്ള IQ-നെ മാത്രം പരിപോഷിപ്പിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ബാലൻസ് അച്ചീവ് ചെയ്യാൻ കഴിയുമോ? നമുക്ക് ഒരു സമൂഹത്തിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ടീച്ചറും മാത്രം ഉണ്ടായാൽ ഒരു കർഷകനില്ലാത്ത ഒരു സമൂഹത്തിന് ജീവിക്കാൻ പറ്റുമോ? ഫുഡ് സൈക്കിൾ കംപ്ലീറ്റ് ആവുമോ? സോ വി നീഡ് ടു ട്രീറ്റ് എവ്രി കിഡ് ആസ് എ യുണീക്ക് ഇൻഡിവിജ്വൽ. ആ യുണീക്ക് ഇൻഡിവിജ്വലിനെ പരിപോഷിപ്പിച്ച് അവന്റെ ബെസ്റ്റ് പൊട്ടൻഷ്യലിലേക്ക് എത്തിക്കുന്ന കർമ്മം ചെയ്യേണ്ട സ്ഥാപനമാണ് ഒരു വിദ്യാഭ്യാസശാല എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം എന്നൊരു വലിയൊരു ബിസിനസ്സാണ്. മോസ്റ്റ് ഡെഫിനറ്റ്ലി. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തോടൊപ്പം നടക്കുന്ന മറ്റൊരു ബിസിനസ്സാണ് ആരോഗ്യ മേഖല. ഇന്ത്യക്ക് വെളിയിൽ വിദ്യാഭ്യാസവും ആരോഗ്യവും ഫ്രീ ആണ്. അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണലി വെൽ അക്രഡിറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസവും ആരോഗ്യവും ഫ്രീ ആണ്. അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിൽ മറ്റെല്ലാം ഫ്രീ ആണ്, പക്ഷെ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ആരോഗ്യവും ഇന്ന് വളരെ എക്സ്പെൻസീവ് ആയിട്ടാണ്. അവിടെ ഞാൻ സാർ പറഞ്ഞതിനോട് ഒന്ന് ഇന്റർവ്യൂ ചെയ്യുകയാണ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു ഫേമസ് ഫ്രേസ് ഉണ്ട്, ദ സൊസൈറ്റി ഓൾവേസ് ഗെറ്റ്സ് എ ലീഡർ ഹൂ ദേ ഡിസേർവ്. ഒരു സമൂഹത്തിന് കിട്ടുന്ന ലീഡർ അവർക്ക് അർഹതപ്പെട്ട ലീഡറിനെ കിട്ടുകയുള്ളൂ. ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കാൻ കാരണം നമ്മുടെ ജനങ്ങളാണ്. സാർ ആത്മാർത്ഥമായി നെഞ്ചിൽ തൊട്ടൊന്ന് ചിന്തിച്ചു പോകും. നമ്മുടെ ഒരു ഇലക്ഷൻ പോർട്ട്ഫോളിയോയിലോ അല്ലെങ്കിൽ മാനിഫെസ്റ്റോയിലോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികൾ, ഒരു പാർട്ടിനെ ഞാൻ എടുത്തു പറയുന്നില്ല, അവർ പറയുകയാണ് ഞാൻ ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം ഫ്രീ തരാം, പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസ് എന്ന് പറയുന്നതിനാണോ സോഷ്യൽ ഇമ്പാക്റ്റ് കൂടുതൽ, അല്ലെങ്കിൽ 10 കിലോ അരി തരാം ഞാൻ ഫ്രീ ആയിട്ട് എന്ന് പറയുന്നതിനാണോ ഇമ്പാക്റ്റ്? ഇതിന്റെ പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും വേണ്ടതാണ്. എന്റെ പ്രശ്നം അവിടെയല്ല. 10 കിലോ അരി തരാം എന്ന് പറയുമ്പോൾ അവിടെ വി ആർ സെല്ലിംഗ് സ്ലേവറിയും, ഹയർ എഡ്യൂക്കേഷൻ ഫ്രീ തരാമെന്ന് പറയുമ്പോൾ വി ആർ സെല്ലിംഗ് പ്രോഗ്രസും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അരി ഒരു മോശം കാര്യമാണെന്നോ അരി കൊടുക്കുന്നത് തെറ്റാണെന്നോ എന്നൊന്നുമല്ല. അരി തരുന്നതിന് പകരം അരി കണ്ടെത്താനുള്ള സ്കില്ല് നിനക്ക് തരാം എന്ന് പറയുന്നതാണോ നമ്മുടെ സമൂഹത്തിന് ആവശ്യം, അതോ ഈ ഫ്രീ ബി കൊടുത്തുകൊണ്ട് എത്ര നാൾ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന പോയിന്റാണ് ഞാൻ ഇവിടെ കേബിൾ ചെയ്യുന്നത്. ഐ വോണ്ട് എവ്രി ലിസണേഴ്സ് ടു സീരിയസ്ലി തിങ്ക് ഓൺ ദാറ്റ്. നമ്മുടെ ചർച്ചകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിലും വിഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒരു പോയിന്റും കൂടെ ടച്ച് ചെയ്തിട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ് ടു ഹാവ് എ ബ്രേക്ക് ഇൻ ദ സെൻസ് ഫ്രം ദീസ് ഡിസ്കഷൻസ്. കാരണം ഫേമസ് പ്രോവേർബ് ഇതിനോട് അനുബന്ധമായിട്ട് ഞാൻ ഓർത്തു പോയത്, ടീച്ച് ദം ഫിഷിംഗ് ദാൻ ഗിവിംഗ് ദം എ ഫിഷ് എന്ന്. സെയിം തോട്ട് തന്നെയാണ്. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെ ഒരാളെ മത്സ്യബന്ധനത്തിന് നമ്മൾ അവരെ ഒരുക്കുകയാണെങ്കിൽ ചിന്തിച്ചു നോക്കി. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സമൂഹം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്ന് പല കാര്യങ്ങൾക്കും ഒരു മാറ്റമുണ്ട്. ഒരു സ്കൂളിൽ കൊണ്ട് കുഞ്ഞിനെ വിടാൻ നേരത്ത് എന്തിനാണ് ഞാൻ ഈ സ്കൂള് സെലക്ട് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരൻസ് പറയും നല്ല ഇൻസ്റ്റിറ്റ്യൂഷനാണ്, നല്ല പേരുണ്ട്, നല്ല റിവ്യൂ ഉണ്ട്. പക്ഷെ എത്ര പേര് കാണുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട് വാട്ട് ഈസ് ദ ഔട്ട്കം? അവിടെ പോയിട്ട് വന്നിട്ടുള്ള പല റെസ്പെക്ട്ഫുൾ ഇൻസ്റ്റിറ്റ്യൂഷനും, അവരാരും മോശമാണെന്നുള്ളതല്ല, പക്ഷെ റെസ്പെക്ട്ഫുൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പാസ് ഔട്ട് ആയിട്ടുള്ള വ്യക്തികൾ ഇന്ന് പലപ്പോഴും പല ക്രൈമിലും വളരെ ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പൊ എന്ത് മൂല്യങ്ങളാണ് അവർ പഠിച്ചത് അവിടെ നിന്നും? അപ്പോൾ മറുവശത്ത് പറയും അത് അവരുടെ കൈകിരിപ്പ് കൊണ്ടാണ്. If I run an educational institution, it is my duty to change that. അതെനിക്ക് ഇവിടെ പരിപോഷിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് മൂല്യമാണ് നമ്മുടെ അഭ്യാസം എന്നുള്ളത് കൊണ്ട് കൊടുക്കുന്നത്? അതൊരു അഭ്യാസമായി മാറിക്കൊണ്ട്. അപ്പൊ ഇതിനകത്ത് ഞാനും വിഷ്ണുവിന്റെയും തോട്ട് പ്രോസസ് ഒന്ന് സിങ്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് ഹൈ ടൈം ടു റീതിങ്ക് ആൻഡ് അൺലേൺ. എന്നിട്ട് ഓരോ കാര്യത്തിലും അത് അപ്ലൈ ചെയ്യേണ്ടതാണ്. വിദ്യാഭ്യാസത്തിൽ എന്ന് മാത്രമല്ല,
ആരോഗ്യത്തിൽ നിന്ന് മാത്രമല്ല, ഇപ്പൊ കോവിഡ് സമയത്ത് ഹോസ്പിറ്റലുകൾ ഇല്ലാതിരുന്നിട്ടും എത്ര പേര് സന്തോഷകരമായി ജീവിച്ചു. ഹോസ്പിറ്റലുകളിലെല്ലാം കോസ്റ്റ് വളരെ താഴ്ന്ന രീതിയിലാണ്. പല ഫാമിലീസിലും അവര് ഡോക്ടർമാർക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ഹോസ്പിറ്റലിലും കൊടുത്തിട്ടുള്ള പൈസ അവരുടെ സേവിങ്സ് ആയി മാറി. അതിനോട് ഒരു കാര്യം കൂടെ ഞാൻ കൺക്ലൂഷന്റെ ഭാഗമായിട്ട് സർ ഇപ്പോൾ പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. കോവിഡ് വാസ് എ ബിഗ് ടേണിംഗ് പോയിന്റ് ഇൻ വേൾഡ് ഹിസ്റ്ററി. കാരണം കോവിഡ് നമ്മളെ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്. നമ്മൾ അവിഭാജ്യ ഘടകമാണ് നമ്മുടെ ജീവിതത്തിന്റെ എന്ന് വിശ്വസിച്ച പല കാര്യങ്ങളും ഇല്ലെങ്കിലും ഹ്യൂമാനിറ്റി ക്യാൻ ഈസിലി ത്രൈവ് ആൻഡ് സ്റ്റിൽ പ്രോഗ്രസ് ഇൻ ഹാർമണി, ഇൻ ഹാപ്പിനെസ്. അത് മനസ്സിലാക്കി തന്ന ഒരു വലിയ ഇവന്റ് ആയിട്ടാണ് ഞാൻ കോവിഡിന്റെ പോസിറ്റീവ് സൈഡ് കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഞാൻ വിശ്വസിക്കുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ സ്കിൽ എന്ന് പറയുന്നത് പെർസിവറൻസ് എന്ന് പറഞ്ഞൊരു കാര്യമാണ്. മനുഷ്യനെ എവിടെ കൊണ്ടിട്ടാലും മനുഷ്യൻ മുന്നോട്ട് വരും. പക്ഷേ ആ മനുഷ്യന്റെ ഓവറോൾ ഗ്രോത്ത്, ആ മനുഷ്യൻ എന്ന വ്യക്തിയുടെ ഓവറോൾ പേഴ്സണാലിറ്റീനെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാൻ കഴിയണം. ഒരു മനുഷ്യന്റെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ കഴിയണം, ഹെൽത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ കഴിയണം, ഓഡിറ്ററി ആയിട്ടുള്ള ഇമ്പൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ കഴിയണം, വിഷ്വൽ ആയിട്ടുള്ള സിമ്പിൾസ് ഉണ്ടാവും, കിനസ്തെറ്റിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഇതിനെ മുഴുവൻ സ്റ്റിമുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറണം, rather than just stimulating the intellect of an individual. Very true, very true. Every parents are asking about this thing. എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ? സോ ഒരു ബേസ് ലെവലിൽ നിന്ന് അവരെ ഒന്ന് റീതിങ്ക് ചെയ്യിപ്പിക്കാൻ, സൊസൈറ്റിയും റീതിങ്ക് ചെയ്യിപ്പിക്കാൻ നമ്മുടെ എന്തെങ്കിലും ഒരു ചിന്തകള്, if it can be a spark, let it be. Thank you. And I want to present one case to the all parents listening to me. Please take new routes. Destination can be anywhere, but the beauty of the destination just gets elevated when you try new routes to reach the destination. സ്ഥിരമായിട്ട് മൂന്നാർ പോകുന്ന റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എത്ര മനോഹരമായ മൂന്നാറാണെങ്കിലും ബോറടിക്കും. അപ്പോൾ ഒരു പുതിയ റൂട്ടുകൾ നിങ്ങൾ പരീക്ഷിക്കുമ്പോൾ, നിങ്ങളുടെ മക്കൾ പരീക്ഷിക്കുമ്പോൾ, അപ്പോഴാണ് പുതുമ ഉണ്ടാവുക, ഫയർ ഉണ്ടാവുക, ബ്യൂട്ടി ഉണ്ടാവുക. And let that diversity be the essence of human progress. Thank you. Thank you. Thanks. Thank you very much.